السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا. സദഖല്ലാഹുൽ അലിയുൽ അലീം. ഏറ്റവും സ്നേഹം നിറഞ്ഞ സൂറത്തുൽ കഹ്ഫ് ആശയ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗുഹാവാസികൾ എഞ്ചലോസ് മലയിൽ അവരെ വിശ്രമിക്കുകയാണ്. അള്ളാഹു അവരെ ഉറക്കി കിടത്തിയിരിക്കുകയാണ്. ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ 10 ദിവസത്തേക്കോ അല്ല, സുദീർഘമായ 309 വർഷത്തേക്ക് അള്ളാഹു അവരെ ഉറക്കി കിടത്തിയിരിക്കുകയാണ്. എന്നാൽ അവരുടെ ഉറക്കം, സുദീർഘമായ ഉറക്കം നമുക്ക് അറിയാം. ഒരു രോഗി ഒരേ വിരിപ്പിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അവരുടെ പാർശ്വങ്ങൾ, തൊലികൾ പൊട്ടി ഒലിക്കുകയും അത് ഒരു വല്ലാത്ത ദുരിതമായി മാറുകയും ചെയ്യും. എന്നാൽ ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ, അവരുടെ ഒരു രോമത്തിന് പോലും ഒരു പോറലും ഏൽക്കാതിരിക്കാൻ അല്ലാഹു തആല അവിടെ ഗുഹാമുഖത്ത് വലിയ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ ആ കാര്യം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആ ആയത്താണ് ഞാനിപ്പോൾ ഓതിയത്. وَتَرَى الشَّمْسَ إِذَا طَلَعَتْ تَزَاوَرُ عَنْ كَهْفِهِمْ ذَاتَ الْيَمِينِ وَإِذَا غَرَبَتْ تَقْرِضُهُمْ ذَاتَ الشِّمَالِ وَهُمْ فِي فَجْوَةٍ مِّنْهُ ذَلِكَ مِنْ آيَاتِ اللَّهِ مَنْ يَهْدِ اللَّهُ فَهُوَ الْمُهْتَدِ وَمَنْ يُضْلِلْ فَلَنْ تَجِدَ لَهُ وَلِيًّا മുർഷിദാ. അല്ലാഹു തആല പറയുന്നു, ഗുഹയിൽ നിങ്ങൾ അവരെ നോക്കിയാൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഗുഹയുടെ വലത്തോട്ട് തെറ്റി ഉയരുന്നതായും അസ്തമയ വേളയിൽ അവരെ ഒഴിവാക്കി ഇടത്തോട്ട് മാറി താഴുന്നതായും നബിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഗുഹക്കുള്ളിൽ വിശാലമായ ഒരിടത്ത് വസിക്കുകയാണ് അസ്ഹാബുൽ കഹ്ഫ്. അവർക്ക് സൂര്യപ്രകാശം തട്ടാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. സൂര്യന്റെ ഉദയവേളയിൽ വലത്തോട്ട് തെറ്റി അത് ഉയരുകയും അസ്തമയ വേളയിൽ അവരെ ഒഴിവാക്കി ഇടത്തോട്ട് മാറി സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നത് അവരുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയായിരുന്നു അത് അല്ലാഹു തആല അങ്ങനെ ചെയ്തത്. അവരെ സംബന്ധിച്ച് അല്ലാഹു തആല
വീണ്ടും പറയുകയാണ്, വഹും ഫീ ഫജ്വതിൻ മിൻ വഹും ഫീ ഫജ്വതിൻ മിൻ അവര് ഗുഹക്കുള്ളിൽ വിശാലമായ ഒരിടത്താണ് അവര് കിടന്നുറങ്ങുന്നത്. ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ദാലിക മിൻ ആയാത്തില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. അവരെ അള്ളാഹു സന്മാർഗദർശനം, ആരെ അള്ളാഹു സന്മാർഗദർശനം ചെയ്യുന്നുവോ അവനാകുന്നു സന്മാർഗം പ്രാപിച്ചവൻ. മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ്, ആരെ അള്ളാഹു സന്മാർഗം ചെയ്യുന്നുവോ അവനാകുന്നു സന്മാർഗം പ്രാപിച്ചവൻ. വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർശിദാ, അള്ളാഹു വഴി തെറ്റിച്ചവനെ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു സംരക്ഷകനെ, ഒരു രക്ഷകനെ നബിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല എന്നാണ് ഈ ആയത്തിന്റെ ചുരുക്കമായ ഈ അർത്ഥം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അവിടെ മറ്റൊരു അത്ഭുതം അള്ളാഹു പറയുന്നത്, ഗുഹാവാസികൾ ഉറങ്ങുകയാണല്ലോ, അവരെ കണ്ടാൽ ഉണർന്നിരിക്കുകയാണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. കാരണം അവരുടെ കണ്ണുകൾ അടഞ്ഞിരുന്നില്ല എന്നാണ്. അവരുടെ കണ്ണുകൾ അടഞ്ഞിരുന്നില്ല. വതഹ്സബുഹും ഐഖാളം വഹും റുഖൂദ്, നബിയെ നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ നിങ്ങൾ വിചാരിക്കും അവര് ഉണർന്നിരിക്കുകയാണ് എന്ന്. എന്നാൽ വഹും റുഖൂദുൻ, അവർ ഉറക്കത്തിലാണ് നബിയേ. മാത്രമല്ല മറ്റൊരു അത്ഭുതം അവിടെയുള്ളത്, വനുഖല്ലിബുഹും ദാതൽ യമീനി വദാതശ് ശിമാൽ, നാം അവരെ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ വലത്തോട്ടും ഇടത്തോട്ടും മറിച്ചുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അവരെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം അവരെ മറിച്ചിടും എന്നാണ്. ഓരോ ഭാഗത്തേക്കും ചെരിച്ചു കിടത്തും. ഇങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും 6 മാസം കഴിഞ്ഞാൽ വലത്തോട്ട്, 6 മാസം കഴിഞ്ഞാൽ ഇടത്തോട്ട്, ഇങ്ങനെ മറിച്ചിട്ടുകൊണ്ടിരുന്നു എന്നാണ്. ഈ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാര് പറയുന്നുണ്ട്. പല മഹാന്മാര് പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ മറിച്ചിടുന്നത് എന്നാണ്. അതിന് ഇമാം ഖുർത്തുബി തങ്ങളുടെ അഭിപ്രായം, അവരുടെ ശരീരം മണ്ണ് തിന്നാതിരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല 2 മലക്കുകളെ അവരുടെ ശരീരം ഇങ്ങനെ മറിച്ചിടാൻ വേണ്ടി അല്ലാഹു തആല ആ ഗുഹാമുഖത്ത് ഏൽപ്പിച്ചിരിക്കുകയാണ്, മലക്കിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആല അവരെ ഇടത്തോട്ടും വലത്തോട്ടും മറിച്ചിടുകയാണ്, മലക്കുകളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതേ അവസ്ഥയാണ് അവരുടെ നായകം ഉണ്ടായിരുന്നത്. വകൽബുഹും ബാസിതുൻ സിറാഅൈഹി ബിൽ വസീദ്, അവരുടെ നായ കിത്മീർ എന്ന് പറയുന്ന അവരുടെ നായയുണ്ടല്ലോ, ആ നായ കയ്യും നീട്ടിവെച്ച് ഗുഹാമുഖത്തിരിക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫിന് കാവലിരിക്കുകയാണ് ആ നായ. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലവിത്വലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറാ, നബിയെ നിങ്ങളെങ്ങാനും ഈ രംഗം കാണുകയാണെങ്കിൽ
നിങ്ങൾ ഒന്ന് അവിടെ ചെന്ന് എത്തി നോക്കുകയാണെങ്കിൽ, അങ്ങോട്ട് പോകുകയാണെങ്കിൽ, ഉടൻ തന്നെ നബിയെ നിങ്ങൾ അവിടെ നിന്ന് പിന്തിരിഞ്ഞ് ഓടും. വലമുലീത മിൻഹും റുഅബാ, അവര് ആ കിടക്കുന്ന ദൃശ്യം തീർച്ചയായും നിങ്ങളെ ഭയത്തിലാക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അത് ഗുഹയിൽ അള്ളാഹു അവർക്ക് നൽകിയിരുന്നത്. അത്ഭുതകരമായ അവസ്ഥയാണ്. ഈ 300 വർഷം അവരെ ഗുഹയിൽ താമസിപ്പിച്ചിരുന്നത്. അവരുറങ്ങുകയാണ്. 300 വർഷം അവരുടെ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി സൂര്യപ്രകാശം അവർക്ക് ഏൽക്കുകയില്ല. ഉദിക്കുന്ന അവസരത്തിലും അസ്തമിക്കുന്ന അവസരത്തിലും ഈ ഗുഹക്ക് അല്ലാഹു തആല 2 മുഖമായിരുന്നു വെച്ചിരുന്നത്. 2 മുഖമായിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഒന്ന് ഉദിച്ചു വരുന്ന ഭാഗത്തും അസ്തമിക്കുന്ന ഭാഗത്തും. എന്നിട്ട് പോലും അവിടേക്ക് സൂര്യന്റെ കഥനങ്ങൾ ഏൽക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല സൂര്യന് പ്രത്യേക നിർദ്ദേശം നൽകി എന്നാണ്. നമ്മൾ ഓർക്കണം, ഇന്ന് നമുക്ക് പോയാൽ, നമുക്ക് ഇന്നും അവിടെ ചെന്നാൽ ഈ ദൃശ്യം കാണാൻ സാധിക്കുമെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അല്ലാഹു തആല അവരെ മറിച്ചു കൊണ്ടിരിക്കുകയാണ്. റഹ്മാനായ റബ്ബ് അവിടെ ചെല്ലാനും ആ ഗുഹകൾ കാണാനും അവരുടെ ബർക്കത്തെടുക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവരെ സ്നേഹിക്കുന്ന, മഹാന്മാരെ സ്നേഹിക്കുന്ന ആശിഖീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും നമ്മളെ അല്ലാഹു വിജയിപ്പിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.